കോൺഗ്രസ് പാർട്ടിയെ മുസ്ലിം ലീഗിന് അടിയറ വെക്കുന്ന രീതിയിലുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട്. കണിയാമ്പറ്റയിൽ പ്രശ്നമാണ്, വെങ്ങപ്പള്ളിയിൽ പ്രശ്നമാണ്, മേപ്പാടിയിൽ പ്രശ്നമാണ്, മൂപ്പൈനാട് പ്രശ്നമാണ്. ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ ഈ പ്രശ്നമുണ്ട്. മുട്ടിലിൽ പ്രശ്നമാണ്. മുട്ടിൽ പോലെയുള്ള ഒരു പ്രദേശത്ത് ഈ ജില്ലാ പഞ്ചായത്ത് സീറ്റ് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ മേപ്പാടി സീറ്റിൽ പോലും കഴിഞ്ഞ തവണ മുട്ടിൽ സീറ്റിലുണ്ടായിരുന്ന തൃക്കേപ്പറ്റ ഡിവിഷൻ മേപ്പാടിയിലേക്കായി. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ മുട്ടിൽ ഭാഗം വരുന്നത് ഈ മുട്ടിലിന് വന്നിരുന്ന തൃക്കേപ്പറ്റ ഡിവിഷൻ മേപ്പാടി പഞ്ചായത്തിലാണുള്ളത്. ആ ഡിവിഷൻ കൊടുത്തു. ഓക്കെ, ഭൂരിഭാഗം വരുന്ന പ്രദേശം ലീഗിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ്, തർക്കമില്ല, അത് ഓക്കെ, സമ്മതിക്കാം. പക്ഷെ തൊട്ടുപുറത്തുള്ള മുട്ടിൽ കൂടി കൊടുക്കുമ്പോൾ KSU സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു 7 വർഷം, ശ്രീ KC വേണുഗോപാൽ KSU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ. അതിനുശേഷം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു 13 വർഷം. അതിനുശേഷം DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഡയറക്ടറാണ്. അതിപ്പോൾ ഏതായാലും അതുകൊണ്ട് താല്പര്യമില്ല. കാരണം പാർട്ടി പ്രവർത്തകർ മുഴുവൻ ആ രീതിയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അവരോടൊപ്പം ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ല, പാർട്ടി അംഗത്വമൊന്നുമല്ല. ഞാൻ പാർട്ടിയായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. പാർട്ടി ഏതാനും ചില ആളുകൾ തെറ്റ് ചെയ്യുന്നതിന് നമ്മൾ പാർട്ടിയെ, അതുകൊണ്ടല്ലല്ലോ നമ്മൾ പാർട്ടിയിൽ വന്നത്. നമ്മൾ പാർട്ടിയോടുള്ള വിശ്വാസം, ആ ഒരു കൂറ്, അതിന്റെ പേരിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തെറ്റ് പറയാതിരിക്കാൻ കഴിയില്ല. അകത്ത് പറയാൻ നോക്കി, അകത്ത് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതുകൊണ്ടാണ് പുറത്തു പറയേണ്ടി വന്നത്. അല്ല, പ്രതിഷേധമല്ല, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെച്ചു എന്നുള്ളൂ. പ്രതിഷേധം ഇവിടെ നിന്ന് പ്രതിഷേധിച്ചൊന്നും കാര്യമില്ല. പ്രതിഷേധം ഇവിടെ ഇരിക്കുക എന്നല്ലാണ്ട് ആര് പ്രതിഷേധിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞാൽ അല്ല, അത് സങ്കുചിതമായ ചില ആളുകൾക്ക് ചില താല്പര്യം ഉണ്ടാവും. നമ്മളിവിടെ ഇപ്പോൾ ഈ ജില്ലയിലെ പഴയ ആളുകൾക്ക്, മധ്യമരംഗത്തുള്ള പഴയ ആളുകളുണ്ടെങ്കിൽ അറിയാം, KSUയുടെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ഒട്ടുമിക്ക ആളുകളെയും കൈപിടിച്ച് കൊണ്ടുവരാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വിവിധ പദവികൾ ഇരിക്കുന്നു. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവർക്കൊക്കെ എപ്പോഴും ആ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനകത്തിറക്കല്ല. പിന്നെ ഈ ആളുകൾക്ക് അവർക്ക് നമ്മൾ കാര്യങ്ങൾ അകത്തും പുറത്തും ഇതുപോലെ പറയും എന്നുള്ളത് കൊണ്ട് പലർക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാകുമായിരിക്കും. ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയെ മുസ്ലിം ലീഗിന് അടിയറ വെക്കുന്ന രീതിയിലുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട്. കണിയാമ്പറ്റയിൽ പ്രശ്നമാണ്, വെങ്ങപ്പള്ളിയിൽ പ്രശ്നമാണ്, മേപ്പാടിയിൽ പ്രശ്നമാണ്, മൂപ്പൈനാട് പ്രശ്നമാണ്. ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ ഈ പ്രശ്നമുണ്ട്. മുട്ടിലിൽ പ്രശ്നമാണ്. മുട്ടിൽ പോലെയുള്ള ഒരു പ്രദേശത്ത് ഈ ജില്ലാ പഞ്ചായത്ത് സീറ്റ് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ മേപ്പാടി സീറ്റിൽ പോലും കഴിഞ്ഞ തവണ മുട്ടിൽ സീറ്റിലുണ്ടായിരുന്ന തൃക്കേപ്പറ്റ ഡിവിഷൻ മേപ്പാടിയിലേക്കായി. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ മുട്ടിൽ ഭാഗം വരുന്നത് ഈ മുട്ടിലിന് വന്നിരുന്ന തൃക്കേപ്പറ്റ ഡിവിഷൻ മേപ്പാടി പഞ്ചായത്തിലാണുള്ളത്. ആ ഡിവിഷൻ കൊടുത്തു. ഓക്കെ, ഭൂരിഭാഗം വരുന്ന പ്രദേശം ലീഗിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ്, തർക്കമില്ല, അത് ഓക്കെ, സമ്മതിക്കാം. പക്ഷെ തൊട്ടുപുറത്തുള്ള മുട്ടിൽ കൂടി കൊടുക്കുമ്പോൾ അവിടെ ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ചന്ദ്രിക ചേച്ചി അത് വളരെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ എത്രയോ ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടി വേർപ്പൊഴിക്കുന്ന 1-2 ആളുകൾ, ഇതിനകത്ത് അകത്തിരിക്കുന്ന ആളുകൾ മാത്രമല്ല ഈ പാർട്ടി, ഇതിന്റെ പുറത്ത് വെയിൽ കൊള്ളുന്ന, ഈ പോലീസിനോട് അടി കൊള്ളുന്ന, അല്ലെങ്കിൽ MP ഓഫീസിൽ വാഴ വെച്ചപ്പോൾ നോക്കിയിരുന്ന ആളുകളുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ നോക്കിയിരുന്നില്ല. ഞാൻ വന്നപ്പോൾ അതിനകത്ത് പ്രതികരിച്ചു. SFIക്കാരെ അവിടെ നാട്ടി ഓടിക്കാനുള്ള നിലപാടെടുത്തു. ആ പാർട്ടിയോടുള്ള കൂറും രാഹുൽ ഗാന്ധിയോടുള്ള വിധേയത്വവും അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ഒരു സ്നേഹവും ബന്ധവും ഒക്കെ വെച്ചിട്ടാണ്. അത് ഓരോ വിഷയങ്ങളിൽ നിങ്ങളുടെയൊക്കെ കയ്യിൽ അതിന്റേതായ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യുവപരിഗണന എന്ന യുവാക്കളെ അങ്ങ് ശരിയാക്കി. സത്യത്തിൽ യൂത്ത് കോൺഗ്രസ് KSU, ഞാൻ യൂത്ത് കോൺഗ്രസ് അല്ല, അത് അവർ പറയേണ്ട കാര്യമാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസ് KSUവിനെ ഒക്കെ ശരിയാക്കി. ശരിക്കും വരി. അതെ, അതെനിക്കറിയില്ല. ഇതുവരെ എന്താന്നുള്ളത് എനിക്കറിയത്തില്ല. മകന് വേണ്ടി, ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി, കോൺഗ്രസ് പ്രവർത്തകർ മകന് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള എന്റെ വിഷയമല്ല. യൂത്ത് കോൺഗ്രസിനെയല്ല, കോൺഗ്രസിനെ തന്നെ അവഗണിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെ അവരെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവിധ പഞ്ചായത്തുകളിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം. മേപ്പാടിയിലാണെങ്കിലും മുട്ടിലാണെങ്കിലും ഒക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും.